നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചധികം കാലമായി തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സ്വർണത്തിന്. ഇതിനിടെ കുറച്ചെങ്കിലും ആശ്വാസമായിരുന്നത് UAE പോലുള്ള സ്ഥലങ്ങളിൽ സ്വർണത്തിന് വില കുറവായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ആശ്വാസമൊക്കെ ഇല്ലാതാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് UAEയിലെ സ്വർണ്ണവിലയിലും വലിയ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ തന്നെയാണ് UAEയിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ വില ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിതുവരെ സ്വർണം $53.51 എന്ന നിലയിലേക്കാണ് വിലയായി ഉയരുന്നത് എന്നതാണ് കണക്കുകൾ. UAEയിൽ നിലവിൽ 22,000 ഗ്രാമിന് 339.5 ദിർഹമാണ് വില എന്നതാണ് റിപ്പോർട്ടുകൾ. ഒരാഴ്ച മുമ്പ് ഉള്ളതിനേക്കാൾ 4.25 ദിർഹത്തിന്റെ വർധനവാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 1 UAE സ്വർണ്ണ നിരക്കിനേക്കാൾ 20 ദിർഹത്തിന്റെ ഗണ്യമായ വർധനവ് തന്നെയാണിത്. സൗദിയിൽ 22,000 റിയാലിന് 347 റിയാലാണ് സ്വർണ്ണ നിരക്കായി പറയുന്നത്. നിലവിൽ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് വലിയ രീതിയിലാണ് വിദേശികൾ UAEയിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. വിശ്വാസികളുടെ ഈ വരവ് അത് സ്വർണ്ണ വ്യാപാരത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നും സ്വർണ്ണ വ്യാപാരത്തിന് ഏറ്റവും നല്ല സമയമാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നാട്ടിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സ്വർണത്തിന്. അതുകൊണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് ലാഭത്തിൽ സ്വർണം വാങ്ങാമെന്ന് പലരും കരുതുന്നു. ഈ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സ്വർണ്ണ വ്യാപാരികളും. പക്ഷേ അവർക്ക് വലിയ തിരിച്ചടിയാണ് UAEയിൽ ഇപ്പോൾ കുതിച്ചു വരുന്ന സ്വർണ്ണ വില കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ UAEയിലെ സ്വർണ്ണ കച്ചവടക്കാർക്ക് ഈ വില വർധന കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. പല കച്ചവടക്കാരും ഈ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. UAEയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ 5% UAE വാറ്റ് ചാർജുകൾ തിരികെ നൽകുന്നവരാണ്. പൊതുവെ UAEയിലേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് 5% UAE വാറ്റ് ചാർജുകൾ നൽകുന്നുണ്ട്. സൗദി അറേബ്യയിൽ വാറ്റ് ചാർജ് 18%. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പലരും UAEയിൽ നിന്നും സ്വർണം വാങ്ങുന്നത് പതിവാക്കിയിരുന്നു. വിനോദസഞ്ചാരികൾക്ക് സ്വർണം വാങ്ങാനുള്ള പ്രതീക്ഷ ഇത്തരത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ ഇത് വില വർദ്ധിക്കുന്നത് ഇതിന് പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയിട്ടുള്ള താരിഫുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ പ്രധാനമായും സ്വർണ്ണവില ഇത്തരത്തിൽ കുതിച്ചുയരാനുള്ള കാരണമായിട്ട് വരുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. UAEയിലേക്കുള്ള ഇറക്കുമതിയുടെ നികുതി അത് ഏകദേശം 25% ഡൊണാൾഡ് ട്രംപ് ഈ അടുത്ത കാലത്ത് ഉയർത്തി. ഏപ്രിൽ 2 അദ്ദേഹത്തിന്റെ ഭരണകൂടം കൂടുതൽ താരിഫുകൾ പ്രഖ്യാപിക്കാനും പോകുന്ന സാഹചര്യമാണ്. ഇതെല്ലാം സ്വർണ്ണ വിപണിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇതിനിടയിൽ ഡോളറിന്റെ മൂല്യവും ദുർബലമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്വർണത്തിന്റെ സ്ഥാപന നിക്ഷേപകരുടെ വലിയ താൽപര്യത്തിന് കാരണമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. നിലവിൽ വില കൂടുതൽ വിപണിയെ പിടിച്ചുലയ്ക്കുമ്പോൾ അത് മറികടക്കാൻ പലതരത്തിലാണ് വ്യാപാരികൾ കച്ചവട തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു കച്ചവടം നടക്കുന്നില്ല എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ലോകത്തെ ഒന്നടങ്കം സ്വർണ്ണ വില പിടിച്ചു കുലുക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സ്വർണത്തിന്റെ വില കുതിച്ചു കയറുന്നത്. അപ്പോൾ അവന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ 320 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ പവന് 65,880 രൂപയിലാണ് വില എത്തി നിൽക്കുന്നത്. സാമ്പത്തിക വർഷ അവസാനവും ഏപ്രിലോടെ വിവാഹ സീസണും ഒക്കെ തുടങ്ങുന്നതിനാൽ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങളെ ആശങ്കയോടെ തന്നെയാണ് ആഭരണ പ്രേമികളൊക്കെ കാണുന്നത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയൊക്കെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ വില കൂടാനുള്ള കാരണവും. തുടർച്ചയായ 3-ാം ദിനമാണ് കേരളത്തിൽ ഇത്തരത്തിൽ സ്വർണ്ണവില റെക്കോർഡിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. പവന് 160 രൂപയാണ് ഇന്ന് മാത്രം വർദ്ധിച്ചത്. ഗ്രാമിന് 20 രൂപ കൂടിയിട്ടുണ്ട്. 8,310 രൂപയിലാണ് ഇന്ന് ഈ വ്യാപാരം നടക്കുന്നത് എന്നുള്ളതാണ് സൂചന. സാമ്പത്തിക വർഷ അവസാനവും ഏപ്രിലോടെ വിവാഹ സീസണും തുടങ്ങിയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ഉപഭോക്താവിനും വലിയ ആശങ്ക നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ എത്തിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളുള്ള രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ്. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണമാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ഈ ചെറിയ ചലനങ്ങളൊക്കെ വലിയ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് UAEയിലും സ്വർണ്ണവില കൂടുകയാണ്. പ്രവാസികളിൽ നിന്ന് അതായത് ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈദുൽ ഫിത്തറിന്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ എത്തുന്ന
ആളുകൾ സ്വർണം വാങ്ങുന്ന സാഹചര്യം കുറയ്ക്കാനുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടുത്തെ UAE-യിലെയും സ്വർണ്ണവില കൂടുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.